പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 15-ാം ദിവസം, ഇന്ന് മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാവണം എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. വഴിയിൽ വെച്ച് ഈശോയുടെ ശിഷ്യന്മാർ തമ്മിൽ തർക്കിക്കുന്നു. അതിനുശേഷം പിന്നീട് വീട്ടിലെത്തിയപ്പോൾ ഈശോ അവരെ വിളിച്ച കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ച് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ധാരണ തിരുത്തി കൊടുത്ത് അവർക്ക് പുതിയൊരു പാഠം പറഞ്ഞു തരുന്നു. മനസ്സിൻ്റെ മേഖലകളിൽ തിന്മ നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമുക്ക് അതിൽ വേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ചും തിരിച്ചറിവുകളെക്കുറിച്ചും ഈശോ ഇന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു വലിയ ദേവാലയത്തിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി പരിക്കേൽക്കാതെ താഴെ വന്ന് ആളുകളുടെ കയ്യടി വാങ്ങാൻ, സ്വയം വലുതാവാൻ അവസരമുണ്ടായിരുന്ന ഒരു ഈശോ, അത് പിശാചിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു, പ്രലോഭനമായിരുന്നു എന്ന് മനസ്സിലാക്കി ഒഴിവാക്കിയ അതേ ഈശോ തന്നെയാണ് മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ എങ്ങനെ ജയിക്കണമെന്ന് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, ഇവർക്കിത് ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശോ പറയുന്നു, 9-ാം അധ്യായം 35-ാം വാക്യം, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാവണം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആത്മശോധന ചെയ്യാനുള്ള അവസരമാണ് ഈ നോമ്പുകാലം. ഈശോ പറയുന്നു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാവണം. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നമ്മളെ നയിക്കുന്നത്? നമുക്ക് ലക്ഷ്യങ്ങളായി, അതിലേക്ക് എത്താനുള്ള ആഗ്രഹങ്ങളായി മനസ്സിലുള്ള കാര്യങ്ങളുടെ സാങ്ക്ടിറ്റി, വിശുദ്ധി എന്താണ്? നമ്മൾ ആത്മശോധന ചെയ്യണം. ദൈവിക തലത്തിലാണോ വെറും ഭൗതിക തലത്തിലാണോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്ത് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത്? എനിക്ക് പേരും പ്രശസ്തിയും കിട്ടാനുള്ളവയോ, അതോ എന്നിലൂടെ ദൈവം അറിയപ്പെടാൻ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള കാര്യങ്ങളാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ നന്മയും ഉയർച്ചയും മാത്രമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതോ എൻ്റെ സഹോദരങ്ങളുടെ കൂടി വളർച്ചയും ഉയർച്ചയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് തിന്മ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അതിനോടൊപ്പം മറ്റുള്ളവർക്ക് തിന്മ വരണമെന്ന് കൂടി ആഗ്രഹിക്കുന്നു, അതോ അവർക്കും നന്മയും ഐശ്വര്യവും വളർച്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു? നമ്മുടെ പ്രതീക്ഷകളെ, ജീവിതത്തെ പലപ്പോഴും മുമ്പോട്ട് നയിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. പലതും നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങൾ, ലക്ഷ്യം ചിലത് അപ്രാപ്യമെന്ന് തോന്നുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ വളഞ്ഞ വഴികളിലൂടെ പോകാം. ഈശോ പറയുന്നു, ഈ നോമ്പുകാലം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ആത്മശോധന ചെയ്യുകയും അത് തീർത്തും ദൈവികവും സത്യസന്ധവും വിശുദ്ധിയുള്ളതുമായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ പരിശോധിക്കാം. ദൈവത്തിനും വിശുദ്ധിക്കും ചേർന്ന ആഗ്രഹങ്ങൾ മാത്രമേ നമുക്ക് തരാവൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.